ഖിറാഅത്തുൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ് റമദാൻ. ഷഹ്റുൽ ഖുർആനാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ റമദാനിൽ ധാരാളമായ ഖുർആൻ ഓതലാണ് നബിയുടെ ചര്യ, സ്വഹാബത്തിന്റെ ചര്യ, താബിഈങ്ങളുടെ ചര്യ, തബഉ താബിഈങ്ങളുടെ ചര്യ. എത്രമാത്രം ഖുർആൻ ഓതി തീർക്കാൻ പറ്റുന്നുവോ അത്രയും ഓതി തീർക്കൽ ഖൈറാണ്. ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ഓതുക എന്നുള്ളത് പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഖത്മുൽ ഖുർആനിന് പ്രാധാന്യമുണ്ട്, യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല. അത് നബിയുടെയും സഹാബത്തിൻ്റെയും ചര്യയാണ്, സലഫുകളുടെ മൻഹജിൽപ്പെട്ടതാണ്. ഖത്മുൽ ഖുർആനിന് പ്രാധാന്യമുണ്ട്. എത്രമാത്രം ഓതി തീർക്കാൻ പറ്റുന്നുവോ അത്രയും ഖൈറാണ്. ഓരോ ഹർഫിനും 10 കൂലിയാണ്. അതേ സമയത്ത് ഖുർആനിൻ്റെ അർത്ഥവും ആശയങ്ങളും മനസ്സിലാക്കാൻ മറ്റൊരു സമയം റമദാനിൽ കണ്ടെത്തണം. പല ആളുകളും ചോദിക്കും, ഖുർആനിൻ്റെ അർത്ഥം പഠിക്കലാണോ ഖൈർ, അതല്ല കൂടുതൽ ഖുർആൻ ഓതി ഖത്മ് തീർക്കലാണോ ഖൈർ? എന്താണ് വേണ്ടത്? എല്ലാറ്റിനും അതിൻ്റെ ഖൈറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഖൈറായി ഉലമാക്കൾ ഇത്തിഫാഖോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ എപ്പോഴാണോ നിനക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ നിനക്ക് നിൻ്റെ ലൈഫിൽ ഉപകാരപ്പെടുന്നത്, ആ ഖിറാഅത്താണ് ഏറ്റവും അഫ്ളലായ ഖിറാഅത്ത്.